ഇന്ന് ഉയർന്നൊരു വല്ലാത്ത ചോദ്യം മലയാളിയുടെ മനസ്സിലുണ്ട്. ഇപ്പോൾ നാഷണൽ സെക്യൂരിറ്റി ഗാർഡിൻ്റെ NSGയുടെ ഒരു യൂണിറ്റ് കേരളത്തിൽ തുടങ്ങാൻ പോകുന്നു. അത് തീർച്ചയായിട്ടും ഭീകരപ്രവർത്തനം, ടെററിസം അതിനെയൊക്കെ ചെറുക്കാനുള്ള ഏറ്റവും ഒടുവിലത്തെ നീക്കമായിട്ടാണല്ലോ കേന്ദ്ര ഗവൺമെൻറ് അങ്ങനെ തുടങ്ങുക. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് പിന്നാലെ ഏറ്റവും ആദ്യം എടുക്കുന്ന ദേശീയ സുരക്ഷാ തീരുമാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കേരളത്തിൽ NSG യൂണിറ്റ് തുടങ്ങുന്നു. എന്തായിരിക്കും അങ്ങനെ അടിയന്തര സ്വഭാവമുള്ള ഒരു സാഹചര്യം? ഇത് കുറച്ച് നാളായിട്ട് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത് എന്താണെന്ന് വെച്ചാൽ പലതരത്തിലും ഭീകരപ്രവർത്തകർക്ക്, അതായത് NIA ധാരാളം അന്വേഷണങ്ങൾ ഭീകരതയ്ക്കെതിരെ നടത്തുന്നുണ്ടല്ലോ. പലതും നടത്തി വരുമ്പോൾ ഇതിൻ്റെയൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ, അല്ലെങ്കിൽ തീവ്രവാദ സംഘടനകൾ, ഇവർക്കൊക്കെ ഈ വല്ലാതെ ഈ സുഖമായിട്ട് കഴിഞ്ഞു പോകാവുന്ന ഒരു സ്ഥലം, ഇംഗ്ലീഷിൽ സേഫ് ഹേവൻ എന്ന് പറയുമല്ലോ, അതായിട്ട് കേരളം മാറുന്നു എന്ന് കണ്ടിട്ടാണ് കേരളത്തിൽ ചെയ്യുന്നത്. ഇത് കേരളത്തിന് മറ്റേ മുമ്പ് ചെയ്യുന്ന 2 സ്ഥലങ്ങളുണ്ട്, അയോധ്യയും പത്താൻകോട്ടും. മുമ്പേ, അതായത് അയോധ്യയിലാണ് ആദ്യം വരിക. അയോധ്യയിൽ 2 മാസത്തിനകം NSGയുടെ യൂണിറ്റ് വരും. പത്താൻകോട്ടും കേരളത്തിലും 1 വർഷത്തിനകം തുടങ്ങുക എന്നുള്ളതേ ഉള്ളൂ. അത് ചിലപ്പോൾ 6 മാസത്തിൻ്റെ ഉള്ളിലായിരിക്കാം. അയോധ്യയിൽ എന്താണെന്ന് വെച്ചാൽ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ തന്നെ അവിടുത്തെ സുരക്ഷാ കാര്യങ്ങൾ NSG നോക്കിയിരുന്നു. ഇപ്പം എന്താണെന്ന് വെച്ചാൽ അത് ഈ ടെററിസ്റ്റുകളുടെ റഡാറിലുണ്ട് അയോധ്യ എന്നുള്ള വിവരമുണ്ട്, സാധ്യതയുണ്ട്. ആ വിവരം വെച്ചിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സത്യത്തിൽ ഈ NSG ഈ VIP-കളുടെ ഒക്കെ സുരക്ഷയൊക്കെ നോക്കുന്നുണ്ടല്ലോ. അത് NSGയിൽ നിന്ന് എടുത്തു മാറ്റുന്ന ഒരു ആലോചന നടക്കുമ്പോഴാണ് പുതുതായിട്ട് 3 യൂണിറ്റുകൾ തുടങ്ങുന്നത്. അതിലൊന്ന് കേരളമായിട്ട് വരുന്നത്. ഇതും കൂടി വരുമ്പോൾ ഇന്ത്യയിൽ 8 NSG യൂണിറ്റുകൾ, ഇപ്പം 5 എണ്ണമാണ് ഉള്ളത്, 3 എണ്ണം. അത് മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, ഹൈദരാബാദ്, ഗാന്ധിനഗർ, ഇത്രയും സ്ഥലങ്ങൾ, ഗുജറാത്ത്, ഇത്രയും സ്ഥലങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ കേരളത്തിനെ പറ്റി അതിൽ പറയുന്നത് ഞാൻ വായിച്ചിരുന്നു, ഈ ത്രെറ്റ് പെർസെപ്ഷൻ, ഭീഷണികൾ ധാരാളം അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ ഈ സെൻസിറ്റീവായ ചില പ്രദേശങ്ങളുമായിട്ട് ഈ ഭൂമിശാസ്ത്രപരമായ അടുപ്പം, ജിയോഗ്രാഫിക്കൽ പ്രോക്സിമിറ്റി, അത് കേരളത്തിനുണ്ട്. അത് എനിക്ക് തോന്നുന്നത് ഈ കർണാടക ഒക്കെ ഭീകരതയൊക്കെ നടക്കുന്നില്ലേ. കൊടകിൽ നിന്ന് അങ്ങനെ ചെറിയ ഇൻസിഡൻസ് ഉണ്ടായിരുന്നല്ലോ കർണാടകയോട് ചേർന്ന്. ഇപ്പോൾ മദനിയുടെ ഈ ആലോചനാ യോഗങ്ങൾ നടന്നിരുന്നു, അതൊക്കെ കേസുള്ളതാണല്ലോ. അതൊക്കെ ആയിരിക്കാം ഒന്ന്. പിന്നെ കോയമ്പത്തൂരുമായിട്ട് വളരെ അടുപ്പമാണ്. മദനി തന്നെ വാർത്തയിൽ വന്നത് കോയമ്പത്തൂർ സ്ഫോടന കേസുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ ഈ ട്രൈ ജംഗ്ഷൻ എന്ന് പറയുമല്ലോ, ഈ മാവോയിസ്റ്റുകളുടെ അവസാനത്തെ സ്ഥലം എന്ന് പറയുന്നത് കേരളമായിരിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ പഠന റിപ്പോർട്ടുകളിൽ കാണാം, വന്നിട്ടുണ്ടല്ലോ പലയിടത്തും. ഇപ്പോൾ മാവോയിസ്റ്റുകൾ വലിയ തോതിൽ വേട്ടയാടപ്പെടുകയും ആക്രമിക്കപ്പെടുകയും അവരുടെ തന്നെ ആ റെഡ് കോറിഡോർ എന്ന് പറയുന്ന സ്ഥലമൊക്കെ ശരിയായി അത്യാവശ്യം വൃത്തിയാക്കി എടുത്തല്ലോ. ഈ ബസ്തി അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഇല്ലേ, ജാർഖണ്ഡ്, ആ ഭാഗത്തുമൊക്കെ. അപ്പം മാവോയിസ്റ്റുകളെയും ടെററിസ്റ്റുകളെയും നേരിടുക എന്നതായിരിക്കണം പ്രധാനമായിട്ടും അതിൽ ടെററിസ്റ്റുകളെന്നേ പറയുന്നുള്ളൂ. അതെ, അത് മാത്രമായിരിക്കും സാർ. ഈ ടെററിസ്റ്റുകളുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ആ തീരുമാനം എടുത്തതിൻ്റെ പിന്നിൽ സമീപകാലത്തെ ചില വാർത്തകൾ കാണുമല്ലോ. ഇപ്പോൾ ഒരു ഭീകരവാദി 10 വർഷത്തിലേറെ ഇപ്പോൾ കണ്ണൂർ ഇപ്പോൾ ജോസഫ് മാസ്റ്റർ കൈവെട്ടിയ കേസിലെ പ്രധാനപ്പെട്ട പ്രതി കണ്ണൂരിൽ വലിയ സുരക്ഷയിൽ കഴിഞ്ഞുകൂടിയില്ലേ? അത്തരം സംഭവങ്ങൾ ഉണ്ടാവാം. പിന്നെ ആ ഭാഷ എന്ന് പറഞ്ഞ ആള് വട്ടിയൂർക്കാവിൽ 2ാം ഭാര്യയുടെ അടുത്ത് സ്ഥിരമായിട്ട് വന്നു പോകുന്നുണ്ടായിരുന്നല്ലോ. ആ വീടിന്റെ നേരെ എതിർവശത്തായിരുന്നു പോലീസ് സ്റ്റേഷൻ. ശരി, പോലീസ് സ്റ്റേഷന് മുമ്പ് വളരെ സേഫാണ്. പോലീസ് സ്റ്റേഷന് മുമ്പിൽ എപ്പോഴും വന്നു പോകാം. അതുപോലെ ഈ അഭിമന്യു കേസിലെ പ്രതികളെ അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പോൾ ഇതൊക്കെ ഇപ്പോഴും കണ്ടുകിട്ടാത്തതിന്റെ പ്രശ്നങ്ങൾ. പിന്നെ ഈ എന്താ പറയുക, ഈ PFI നിരോധിച്ച ശേഷവും ഈ ഇവിടെ പല സംഭവങ്ങൾ വന്നില്ലേ, നടന്നു. നമ്മുടെ രഞ്ജിത് ശ്രീനിവാസന്റെ കൊലപാതകമൊക്കെ ഭീകരമായിരുന്നില്ലേ, പാലക്കാട്. ഇങ്ങനെ തീവ്രവാദികള് PFI നിരോധിച്ചിട്ട് പോലും
അവരുടെ എല്ലാ ആക്ടിവിസവും ഇവിടെ സജീവമായിട്ട് നടന്നു എന്ന് പറയാൻ പറ്റും. അതായത് ഭരണത്തിൻ്റെ തണലുണ്ട് എന്ന് കാണുന്നു, അതാണ്. അതൊരു കാരണമായിരിക്കാം, ഭരണത്തിൻ്റെ തണൽ. മാത്രമല്ല ഇപ്പോൾ പല കേസുകളിലും ഇവർ ഒത്തുകളിക്കുന്നു എന്നുള്ള ആരോപണം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും വേറൊന്നുകൂടി കാണാൻ സാറേ, ഇപ്പോൾ ഈ സമയത്ത് ഇതുകൊണ്ട് ചേർത്ത് ഓർക്കാവുന്നൊരു കാര്യം, ഇപ്പോൾ ഇദ്ദേഹം എഞ്ചിനീയർ റാഷിദ് ജയിലിൽ കിടന്നുകൊണ്ട് മത്സരിച്ച് പാർലമെൻറ്റിലെത്തിയല്ലോ. അപ്പോൾ അദ്ദേഹം ബെയിൽ കാത്തു നിൽക്കുകയാണ്. നമ്മൾ അത് സംസാരിച്ചിട്ടുണ്ട്, നമ്മൾ ABC ആ വിഷയത്തിൽ അദ്ദേഹത്തിന് ഒന്നാലോചിച്ച് നോക്കൂ, ജമ്മു കാശ്മീരിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 രാഷ്ട്രീയ പാർട്ടികളോട് മത്സരിച്ച് 2 ലക്ഷം നാഷണൽ കോൺഫറൻസിനോടും പീപ്പിൾസ് കോൺഫറൻസിനോടും PDPയോടും മത്സരിച്ചിട്ട്, അതും ചില്ലറക്കാരല്ല, അതിൻ്റെ ഏറ്റവും വലിയ നേതാക്കന്മാരോടും ഒമർ അബ്ദുള്ളയോട് ലോണിനോടും ഒക്കെ മത്സരിച്ചിട്ടാണ് ഇയാൾ ജയിക്കുന്നത്. 2 ലക്ഷത്തോളം ഭൂരിപക്ഷത്തിലാണ് ജയിക്കുന്നത്. എന്നിട്ട് അയാളെ പാർലമെൻറ്റിൽ ഈ ആത്യന്തിക ഭീകരവാദിയെ ജയിലിൽ കിടന്ന് മത്സരിച്ച് ജയിച്ച ആളെ സത്യപ്രതിജ്ഞയ്ക്ക് കാത്തിരിക്കുകയാണ് ഇന്ത്യ പാർലമെൻറ്റ്. ഇത് ഞാൻ ഇപ്പോൾ ഓർക്കാൻ കാരണം, ഇതിന് സമാനമായൊരു സംഭവം ഉണ്ടായിട്ടില്ല. എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലാണ്. ജോസഫ് മാഷ കൈവിട്ട കേസിൽ പ്രതിയായിരുന്നില്ല. പിൽക്കാലത്ത് അയാളെ തെളിവുകളില്ല എന്ന് പറഞ്ഞ് വിട്ടയച്ചു. പക്ഷേ പ്രതി ആയിരിക്കുന്ന കാലത്ത് കുറ്റവിചാരണ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അയാൾ നമ്മുടെ ഇവിടെ ആലുവയിലെ ഒരു ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചു. അപ്പോൾ ഇത്തരം ടെററിസ്റ്റുകൾ സമാനമായ സാഹചര്യത്തിൽ ഇവിടെ വളരുന്നു എന്ന് വേണമല്ലോ കരുതാൻ. ഇത് വളരെ ഒന്നാമത് ഇതൊരു ചെറിയ സംസ്ഥാനം, എന്നിട്ട് തന്നെ ഇനി 3 പുതിയത് തുടങ്ങുമ്പോൾ ഈ അയോധ്യ പത്താൻകോട്ടൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇവിടെ തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് ചെറുതല്ല. ഇവിടെ ഈ കേരളത്തിലൊക്കെ ഈ NSGയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ വന്ന് പല ചർച്ചകൾ പലതും പഠിച്ചിട്ടാണ് ഈ തീരുമാനമെടുത്തതെന്ന് ആ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ഈ NSG യൂണിറ്റുകൾക്ക് ഈ ആൻറ്റി ഡ്രോണുകളൊക്കെ അയച്ച് പലതുമൊക്കെ പരിശോധിക്കുമല്ലോ. ആ ഡ്രോണുകളൊക്കെ വെടിവെച്ചിടാനോ കൈകാര്യം ചെയ്യാനോ ആൻറ്റി ഡ്രോൺ എക്യുപ്മെൻറ്റ്സ്, സ്പെഷ്യലൈസ്ഡ് വെപ്പൺസ്, ഇതൊക്കെ ഉണ്ടാവുന്ന ആ റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. അതൊക്കെ ഈ ഇവിടുത്തെ തീവ്രവാദികളുടെ കയ്യിലുണ്ട് എന്നല്ലേ? അല്ല, അത് NSGയുടെ കയ്യിലുണ്ടാവും. ഈ NSG ലോക്കൽ ഫോഴ്സസ്, പിന്നെ CRPF, CAPF, സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ്, CAPF, അവരോടൊക്കെ ചേർന്നിട്ടാണ് പ്രവർത്തിക്കുക. അപ്പോൾ റെസ്പോൺസ് ടൈം കുറവായിരിക്കും. അവർ ഓൾറെഡി സ്ഥലത്തുണ്ടല്ലോ. അവരെയും കൂടി സഹായിക്കാനായിട്ട് അടിയന്തര ഘട്ടത്തിൽ വേറെ എവിടെ നിന്നെങ്കിലും വരുത്തേണ്ട കാര്യം വരുന്നില്ല NSGയെ. ഇതിൽ പറയുന്നുണ്ട് പാൻ ഇസ്ലാമിക് ടെറർ ഗ്രൂപ്പ്സ്, അതിൻ്റെ ലോജിസ്റ്റിക്സ് ഹബ്ബായിട്ട് കേരളം മാറിയിരിക്കുന്നു എന്ന്. ആഗോള ഇസ്ലാമിക ഭീകര ഗ്രൂപ്പുകൾക്ക് ഈ യാത്രാ സൗകര്യങ്ങളുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്ഥലമായിട്ടും ഒക്കെ മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു അതിൻ്റെ അകത്ത്. ഈ 1984 NSG തുടങ്ങാനായിട്ട് ആലോചന തുടങ്ങി. 1986 പാർലമെൻറ്റ് ബില്ല് പാസ്സാക്കി. രാഷ്ട്രപതി അപ്പം തന്നെ അനുവാദവും കൊടുത്തു. ഈ ആദ്യമായിട്ട് തുടങ്ങിയതെന്നാ 86 വന്നു. ഇത് ബ്രിട്ടനിലെ SAS, ജർമ്മനിയിലെ GSG, ആ 2 ഫോഴ്സസും മാതൃകയിലാണ് ഇത് ചെയ്തത്. ഇനി ഇവർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 9 പേർക്ക് NSGയുടെ കവറുണ്ട് ഇവിടെ. കേരളത്തിലല്ല, മൊത്തത്തിൽ ഓൾ ഇന്ത്യ ലെവലിൽ NSG ചെറിയ ഫോഴ്സ് ആണല്ലോ. പക്ഷെ അവർ സംരക്ഷണം കൊടുക്കുന്ന നേതാക്കൾ 9 പേര്: യോഗി ആദിത്യനാഥ്, രാജ്നാഥ് സിംഗ്, മായാവതിക്ക് ഇപ്പോഴും ഉണ്ടോ, അദ്വാനി, ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ, ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയായിരുന്ന രമൺ സിംഗ്, ഗുലാം നബി ആസാദ്, ഫറൂഖ് അബ്ദുള്ള, ചന്ദ്രബാബു നായിഡു. ഇങ്ങനെ 9 പേർക്കാണ് NSGയുടെ കവറുള്ളത്. കേരളത്തിൽ ആർക്കും ഇല്ല. അത്ര കുഴപ്പം പിടിച്ച എന്താ പറയുക, ടെററിസ്റ്റുകളൊക്കെ ആക്രമിക്കാൻ തോന്നുന്ന ആളുകളൊന്നും ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. കാരണം ഭരണം അവരുമായിട്ട് ചേർന്നാണല്ലോ. പിന്നെ ഈ ITB, ഇൻഡോ ടിബറ്റൻ പോലീസ്, ITBയുടെ ഈ സുരക്ഷ മുരളി മനോഹർ ജോഷി, ഒമർ അബ്ദുള്ള, മെഹബൂബ മുഫ്തി, അത് ITBP.
CRPF സുരക്ഷ കൊടുക്കുന്നത് അമിത്ഷാ, മൊത്തം സോണിയാഗാന്ധി കുടുംബം, നെഹ്റു കുടുംബം, CRPF അവർ ഗാന്ധി കുടുംബം എന്നാണ് അതെ. CASF സംരക്ഷണം കൊടുക്കുന്ന ആളുകളാണ് അജിത് ദോവൽ, മോഹൻ ഭാഗവത്, 2 പേരൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ സുരക്ഷകളുണ്ടല്ലോ, ഈ സുരക്ഷകളെല്ലാം കൂടിയിട്ട് ഇപ്പോൾ CRPFന് കൊടുക്കാനായിട്ട് പോകുന്നുണ്ട്. ഈ മാറ്റങ്ങളുടെ കൂടെ CRPF കുറേയും കൂടി വിപുലമാക്കുകയാണ്. NSGയുടെ തന്നെ ഈ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ വരുന്ന ഫോഴ്സ് NSG ആയിരിക്കുമോ? ഇപ്പം ഈ പറഞ്ഞ സൈനിക വിഭാഗത്തെക്കാളൊക്കെ മീതെയാണോ NSG? മുകളിലാണ്, ടോപ്പ് മോസ്റ്റ്. അതെ. എന്നിട്ട് ഈ NSGയിലെ ടോപ്പിൽ നിന്ന് കുറേ പേര് ഈ CRPFൻ്റെ VVIP സുരക്ഷകൾ CRPFന് കൊടുക്കാൻ പോവാണ്. നമ്മൾ പല ഫോഴ്സിൻ്റെ ഇപ്പം വായിച്ചില്ലേ, ഇതെല്ലാം കൂടി എടുത്തിട്ട് CRPFന് കൊടുക്കാം. അപ്പം NSGയിൽ നിന്നുള്ള ടോപ്പിൽ നിൽക്കുന്ന ചില ആളുകളെ CRPFിലേക്ക് അയക്കും. കാരണം അവർക്കാണല്ലോ അതിൻ്റെ പരിചയവും അനുഭവവും ഉള്ളത്. എനിക്ക് തോന്നുന്നു സാർ, കേരളത്തിലേക്ക് ഇത് കൊണ്ടുവരുന്നതിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യം കൂടി ഉണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ എല്ലാ കാലത്തും കേരളത്തിലെ തീവ്രവാദികളെ സംരക്ഷിക്കുന്നതിൽ കൃത്യസമയത്ത് കൊടിയ ഭീകരവാദികൾക്ക് ഏത് റെയ്ഡിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇൻഫോം ചെയ്യുന്നതിൽ കേരള പോലീസിന് പങ്കുണ്ട്. അപ്പോൾ അവരുടെ പിടിയിൽ നിന്ന് ഇത്തരം കേസുകളെ രക്ഷപ്പെടുത്താനും യഥാർത്ഥ ഭീകരവാദികളെ സമയത്തിന് കണ്ടെത്താനും കൂടിയുള്ള ഉദ്ദേശം ഇതിൻ്റെ പിന്നിലുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ അത് വളരെ സതുദ്ദേശത്തോടെ തന്നെ നമുക്ക് കാണണം. അതെയല്ലോ, സതുദ്ദേശത്തോടു കൂടിയാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ രാമേശ്വരം കഫേ സ്ഫോടനം നടന്നപ്പോൾ തന്നെ ഈ കേരളത്തിലൊക്കെ അതിൻ്റെ നോട്ടീസൊക്കെ പതിച്ചിരുന്നല്ലോ, ആ ആളുകളുടെ ചിത്രമൊക്കെ. ചിലപ്പോൾ കേരളത്തിലായിരിക്കും ഇവർ സ്വതന്ത്രമായിട്ട് വിഹരിക്കുന്നത് എന്ന് കരുതിയിട്ടാണ്. തീർച്ചയായിട്ടും അത്തരം ആളുകളുടെ ഈ ടെലഗ്രാം എന്നൊക്കെ പറഞ്ഞ സാങ്കേതിക ഇതിലൊക്കെ ഗ്രൂപ്പുകളിലൊക്കെ ഈ പറഞ്ഞ പോലീസുകാരും ഒക്കെ ചില ആളുകളൊക്കെ ഉണ്ട്. അവർ ചിലപ്പോൾ പോസ്റ്റ് പോലും ഇടാറുണ്ടല്ലോ, ഇത്തരം ഗ്രൂപ്പുകളൊക്കെ അനുകൂലിക്കുന്ന പോസ്റ്റുകളൊക്കെ ഇടാറുണ്ടല്ലോ. തീർച്ചയായിട്ടും ഇത് ഭാവി സമാധാനത്തിന് ഉപകരിക്കുന്ന, കേരളത്തിൻ്റെയും ദേശത്തിൻ്റെയും സുരക്ഷയ്ക്ക് ഉപകരിക്കുന്ന ഒരു തീരുമാനമായിരിക്കും ഇത്. ആ അർത്ഥത്തിൽ വൈകാതെ തന്നെ നടപ്പാവുന്നു. ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ നടപ്പാക്കും. 2025 വരും. ഈ കൊല്ലം തന്നെയൊക്കെ പ്രതീക്ഷിക്കാം. ഏതായാലും അയോധ്യ 2 മാസത്തിനകം നടന്നിട്ട് മോദി 3.0 തുടക്കത്തിൽ തന്നെ ഏറ്റവും ശക്തമായ തീരുമാനമെടുത്ത് കേരളത്തിന് തന്നിരിക്കുന്ന ഒരു പരിഗണനയായിട്ട് നമുക്കിതിനെ കാണാം. അതെ, തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.